ഹലോ ഗൈസ്, ഇന്ന് കശ്മീർ ഡേ 2 ഹസ്രത്തറിലേക്ക് വന്നിരിക്കുകയാണ്. ഹസ്രത്തിൻ നിസാമുദ്ദീൻ മഹൽ. ബാക്കിൽ കുറെ പ്രാവുകളുണ്ട്, വേണമെങ്കിൽ കാണിച്ചു തരാം. നേരത്തെ പോലെ പറക്കണല്ലോ. ഹസ്രത്ത് മഹലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ ബോയ്സിന് മാത്രമേ അതിൻ്റെ ഉള്ളിൽ എൻട്രി ഉണ്ടായുള്ളൂ. ഗേൾസിന്റെ വേറൊരു എൻട്രി ആയിരുന്നു, പക്ഷെ അതിന് വേണ്ടി ഒന്നും കാണാനില്ല. അതൊരു നിസ്കാരം മുറി മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. ആ, അത് മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി പുറത്തിരിക്കും. ഉള്ളിൽ നല്ല ഇന്റീരിയർ ഒക്കെ, നല്ല ആർക്കിടെക്ചറൽ ബ്രില്യൻസ് ഒക്കെ. പക്ഷേ പ്രശ്നം വെച്ചാൽ ഞങ്ങൾ വന്നപ്പോഴേക്കും ലൈറ്റ് ഓഫ് ചെയ്തു. എന്താണെന്നറിയില്ല. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഐശ്വര്യ, എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി. ഇനി നമ്മൾ വാൽനട്ട് ഫഡ്സ് ട്രൈ ചെയ്യാൻ പോവാണ്. ഇപ്പൊ പറയാം. ഗൈസ്, കാശ്മീരി ഡോഗ്സ് അമ്മയും മക്കളുമാണ്. വാൽനട്ട് ഫഡ്സ് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഷോപ്പ്. അതാ ക്രോസ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഗൈസ്, അപ്പോൾ ഇതാണ് വാൽനട്ട് ഫഡ്സ്. അഭിപ്രായം പറ. അപ്പോൾ നമ്മൾ 4 പീസ് വാങ്ങിച്ചിരിക്കുകയാണ്. ഹരി, എങ്ങനെയുണ്ടെന്ന് പറ. അടിപൊളി. എത്ര ക്വാർട്ടർ കേജി? 4 പീസ്. വെരി നൈസ്. നമ്മളിവിടെ വന്ന് ഫുഡ് കഴിച്ചായിരുന്നു. ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. മുഗൾ ദർബാർ കാശ്മീരി വസ്വാൻ റെസ്റ്റോറന്റ്. വളരെ മോശം. ഹാൻഡ് വാഷ് പോലും ഇല്ല. കൈ ബൗൾ എടുത്തോണ്ട് വന്നു. എന്നിട്ട് നമ്മൾ മനീഷ് റിവ്യൂ പറയാൻ പോലുള്ള മാനസികാവസ്ഥ നോക്കില്ല. വളരെ മോശം. കാശ്മീരിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി. പ്രശ്നം ഉണ്ടായില്ല, പക്ഷെ ഇത് വളരെ മോശം. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിനി അടുത്തതായി നിശാന്ത് ഗാർഡനിലേക്ക് പോവുകയാണ്. നടന്നോണ്ടിരിക്കാൻ അങ്ങോട്ട് ഇവിടെ അപ്പുറത്തെ സൈഡിൽ തന്നെ ഡാൽ ലേക്ക് ഉണ്ട്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. പെട്ടെന്ന് നോക്കുമ്പോ വെയിലാണ്, പക്ഷെ തണുപ്പാണ്. ഇതാണ് ഗൈസ് ഡാൽ ലേക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ എൻട്രി ആണ് നിശാന്ത് ഗാർഡൻ. ഗാർഡനെ കുറിച്ച് ഒട്ടും കൊള്ളൂല, ഉണങ്ങി കിടക്കുന്നത്. മഴ കണ്ടോ? അവിടെ മലയൊക്കെ ഉണ്ട്. എന്താ ഗാർഡനെ പറ്റിയിട്ട് 2 വാക്ക്? ഉണങ്ങി കിടക്കണേ. സീസൺ ആകുമ്പം എല്ലാം ഉണങ്ങി കിടക്കുന്നു. 2 വാക്ക് ഒരു ചെറിയ പൂവുണ്ട്, നമുക്ക് കാണിക്കാം. ആൾക്കാരൊക്കെ ഉണ്ട്. ആളുകൾക്ക് അവിടെ എന്തോ ഇരിക്കണൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ കുറെ കൂട്ടം കൂടി ഇരിക്കുന്നു. എന്താ സംഭവം എന്നാവോ? അവിടെ ഒക്കെ ഉണങ്ങി കിടക്കണം. ആ അറ്റത് മൊത്തം. അല്ല, ആളുകൾ ഇരിക്കണത് അതെന്താ സംഭവം? പിക്നിക്. നമുക്ക് വരെ ടർപ്പനെ വിളിച്ച് ഇരുന്നാലാ. വരികയാണെങ്കിൽ വിന്ററിൽ വരണ്ട ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. മല നല്ല വ്യൂ.
ശരി, നല്ല ഭംഗിയാണ്. പക്ഷെ ഫോഗായി കിടക്കേ. ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ശരിക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റണില്ല. കണ്ടാൽ നല്ല വെട്ടം വെളിച്ചം വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ്. അതേതാ സ്റ്റെപ്പ്? ഓരോ ചൂടുകളും നമ്മൾ ശ്രദ്ധിക്കണം. അതെ, കാരണം മുന്നോട്ടുള്ള ചൂടുകൾ എന്താണ് എന്താ കാര്യമായിട്ട് പറയാൻ പറഞ്ഞു. ഷേപ്പിലൊക്കെ മരമൊക്കെ വളർത്തി വെച്ചിരിക്കുന്നു. കട്ട് ചെയ്താന്ന് തോന്നുന്നു. ഏയ് അതങ്ങനത്തെ മരോ? ജനിച്ചപ്പോഴേ വികലാംഗനാണ്. പ്ലീസ്, നിങ്ങൾ ഇങ്ങനെ വളരാവും. ഈ ഒരു ഗാർഡന്റെ പ്രത്യേകത കണ്ടില്ലേ? ആ ഒരു വലിയ ചെടി കണ്ടോ? ആ വലിയൊരു ചെടി കണ്ടില്ലേ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഇത്. അത് തന്നെ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇത്. ഓ, കാശ്മീരി ഡ്രസ്സസ് ട്രൈ ചെയ്ത് കാണിച്ചു കൊടുത്തടി നിങ്ങള്. കാശ്മീരി ട്രഡീഷണൽ ഡ്രസ്സസ്. फोटो बनाओ, 5 मिनट में फोटो मिलेगा। നമ്മൾ നോർത്ത് ഇന്ത്യ വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ് നെഹി ചാഹിയെ. പിന്നെ തോടാസ കം കരോ, തോടാസ കം കരോ, കുറച്ച് ചിനാർ. ഓ, നിനക്ക് ഇത്ര വിവരോ? എഴുതി വെച്ചിട്ടുണ്ട്. പാർവതി, നന്ദ, ഇതാണ് മെയിൻ അക്കൗണ്ട്. ഫാൻസ് കാണാൻ വേണ്ടി ഒന്ന്. കൃഷ്ണദാസ് കംപ്ലീറ്റ് വ്ലോഗർ, ഫാമിലി വ്ലോഗർ. ക്യാമറ പിടിക്കുന്ന ക്യാമറമാൻ സായുജ്. ഹായ്, ക്യാമറമാൻ സായുജിക്കൊപ്പം ഫ്രം കാശ്മീർ. നടന്നിട്ടും ഒന്നും കാണാൻ പറ്റിയില്ല, ഒരു പൂ പോലും നമുക്ക് കാണാൻ പറ്റിയില്ല. അതെ, എല്ലാം വാടിക്കിടക്ക്. പ്രതീക്ഷിക്കുന്നു ഗാർഡന്റെ ഒരു പൂവെങ്കിലും കാണുന്നു. ഞങ്ങൾക്ക് അവസാനം അങ്ങനെ ഒരു പൂ കിട്ടിയിരിക്കുകയാണ്. കുറച്ചധികം പൂ, കുറച്ചധികം നല്ല മണമുണ്ട്. മണത്തോ ഗൈസ്? ഇതിനകത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു. ആ, അതിനകത്തല്ലേ എന്തോ കുഴിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാവണില്ല. സെമിത്തേരി വല്ലതാണ് ഇനി. കണ്ടോ കാശ്മീരിലെ വീടുകൾ? കാശ്മീരിലെ വീടുകൾ. മരം നോക്കിയ മരമൊക്കെ ഇവിടുത്തെ വേറെ ടൈപ്പാ. ഇങ്ങോട്ട് നോക്കിയാ കാണാം. ഇതല്ല, ഇതണ്ട പട്ടാളക്കാർ അവിടെ നിന്ന് നോക്കണൊക്കെ ഉണ്ട്. കുറെ പേര് അവിടെ കിടക്കണൊക്കെ ഉണ്ട് പട്ടാളക്കാര്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി. ഇവിടെ ട്രീക്ക് വരെ ആധാർ കാർഡ് എന്തോ ഉണ്ട്, കാണിച്ചു തരാം. ഡിജിറ്റൽ ട്രീ ആധാർ. ട്രീയുടെ വലിപ്പം കാണിക്കാണ്. ഇത്രേ ഉണ്ട്. जैसे पहलगांव में हुआ था ना, ऐसे यहाँ इसी जगह भी 2024 में 2004 में यहाँ पर भी हुआ था, टूरिस्ट के ऊपर. अब सेफ है ना? अभी सेफ है. അപ്പോൾ നമ്മൾ നിശാന്ത് ഗാർഡനിൽ നിന്നും ഇറങ്ങുകയാണ്. നമ്മളിവിടെ ഒരു പട്ടാളക്കാരനെ പരിചയപ്പെട്ടായിരുന്നു. അതെ, പാവമായിരുന്നു, രാജസ്ഥാനിലായിരുന്നു. മെയ്യിലാണ് ഇവിടുത്തെ സീസൺ. മെയ് വരണം. അതാണ് ഇപ്പോൾ ഇവിടെ മരുഭൂമി പോലെ കിടക്കുന്നത്. അതെ, മെയ് വരണം. പിന്നെ നാളെ ചിലപ്പോൾ ഇവിടെ സ്നോഫോള് കാണും. ഇവിടെ 2004 എന്തോ അറ്റാക്ക് നടന്ന സ്ഥലമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പുള്ളി. ബാക്കിൽ നിൽക്കുന്നത് 5-6 പേരുണ്ടായിരുന്നു. അവര് ഇങ്ങോട്ട് പോലെ ഇപ്പൊ രക്തസാക്ഷി തന്നെ ബ്ലോഗിൽ തന്നെ. ഹായ്, അടിപൊളി. ഇതേപോലെ ഇവിടുത്തെ പൂക്കളും കൈകളും നാട്ടിലുണ്ടോ? ഇല്ല. അപർണ, ഗാർഡനെ കുറിച്ച് റിവ്യൂ പറയാം. പുല്ല് പോലും ഇല്ലാത്ത മനോഹരമായ ഒരു ഗാർഡൻ. ഗൈസ്, അവിടെ ഒരാള്
ക്ലീൻ ചെയ്യുന്നുണ്ട്. അനീഷ എന്തോടി അത്? മനീഷക്ക് എന്തോ കിട്ടി. ഇതൊക്കെ നമ്മുടെ ടീംസാ. 150 റുപ്പീസാണ് അത് ചെയ്യുന്നതിന് കേട്ടോ. അതുകൊണ്ടല്ല നമ്മ ചെയ്യാത്തത്, സമയമില്ല. ഇപ്പൊ 2:30 കഴിഞ്ഞു. സമയമില്ലാത്തോണ്ട് മാത്രം. നിങ്ങൾക്ക് അറിയോ, എന്റെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ. ഗാർഡനെ കുറിച്ച് നമ്മൾ വന്ന സമയം ശരിയല്ലേ, മെയിൽ വരണമായിരുന്നു. അതെ, അതുകൊണ്ട്. പക്ഷെ ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ നല്ല പച്ചപ്പോടെയൊക്കെ നിൽക്കുവാണെങ്കിൽ നല്ല ഭംഗിയാവുമായിരുന്നു. നല്ല സമയം ശരിയല്ലാത്തതുകൊണ്ടാണ്. അതെ, ഇനി നമുക്ക് ഡാൽ ലേക്കിൽ കാണാം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഡാൽ ലേക്കിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഡാൽ ലേക്ക്. അവിടെ ഫൗണ്ടൈൻ ഒക്കെ കാണാം. നമുക്ക് പറ്റുകയാണെങ്കിൽ കയറാം. ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. 15 രൂപയ്ക്ക് കോഫി കിട്ടി. അതെ അതെ അതെ, അപ്പൊ നമുക്കൊരു അബദ്ധം പറ്റി. ചായക്ക് 15 അല്ലായിരുന്നു, 50 രൂപയുടെ കോഫി ആയിരുന്നു. റൈഡിൽ വന്നിരിക്കുകയാണ്. നടക്കാം. 5 പേരാണ് ഒരു ബോട്ടില്. ഇതെല്ലാം നമ്മുടെ ടീംസാ. അതിൽ പോണതല്ല, നിറച്ച് ബോട്ടുണ്ട് ഇവിടെ. അയ്യോ, ക്രാഷായി, വണ്ടി ക്രാഷായി. നമ്മുടെ ആളുകളാ. കച്ചവടക്കാരൊക്കെ വിൽക്കാൻ വന്നേക്കുന്നുണ്ട്. You already you think in the costume because it's beautiful all person, right? You try Kashmiri costume. Come one by one. No, we are not interested. You know try in Kashmiri costume. You try in Madhuri. Madhuri dish adalla. അതാണ് നമ്മുടെ വഞ്ചിക്കാരൻ ഡ്രൈവർ. ഒരു കച്ചവടത്തിനായിട്ട് വന്നല്ലേ. മലയാളമൊക്കെ പറയേണ്ടി. മലയാളം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറെ നേരമായിട്ട് ഡാലിലേക്ക് തന്നെയാ. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു. പക്ഷെ ഇത് കുറച്ച് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി മൊമെന്റ്. അതെ, അത്ര ഭംഗിയില്ല കാണാൻ. വിചാരിച്ചത്ര ഇല്ല. എന്തോ ഇവിടെ ചുറ്റിനും മറ്റേ ഹൗസ് ബോട്ടിന്റെ ഏജൻസിക്കാരാണ്. വ്യൂ ഒക്കെ ഭയങ്കര കുറവാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞത്. ഇങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അങ്ങനെയൊക്കെ അവർ ഉദ്ദേശിച്ചത്. കണ്ട, ഫാസ്റ്റ് ഫുഡ് അവിടെ അതൊക്കെ ഉണ്ട്. ഒരു 5 മിനിറ്റ് കൂടുമ്പോ ബോട്ടിൽ തന്നെ സർവീസ് വരും. ഫുഡ് മാലാവളയൊക്കെ കൊണ്ട്. ഇതൊക്കെ നമ്മുടെ ടീംസാ. വേറെ ഫാൻസിന്റെ ഇത് പോരാ കേട്ടോ, പോരായിരുന്നു. സീസണിന്റെ പ്രശ്നമാവാം. പക്ഷെ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ഫാബ്രിക്സ് ഒക്കെ കാണാം. കോൺ പോകുന്നു, പൊരിച്ച കോൺ. അയ്യോ, ഇവിടെ നിന്ന് നമ്മൾ തിരിക്കുകയാണ്. ഇവിടെ എടുക്കുകയാണ്. മാഗി. ഇതെവിടുത്തെ ഒരു മാർക്കറ്റാണ്. മാഗി ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഉണ്ട് ഇവിടെ. ഹെവൻ കിനാര റെസ്റ്റോറന്റ്. 2 ടൈപ്പ്. ഇവിടെ എന്തോ ഫാക്ടറി ഒക്കെ ഉണ്ടെന്ന് പുള്ളി പറഞ്ഞായിരുന്നു, പക്ഷെ നമ്മ കണ്ടില്ല. യു ടേൺ എടുക്കുന്ന കാണിക്കുകയാണ്. ഇവരെയുള്ള കാണിക്കുന്നു. യു ടേൺ എടുക്കുകയാണ്. പുള്ളി വേണമെങ്കിൽ ഇവിടെ നിർത്തി തരാന്നൊക്കെ പറഞ്ഞത്. നമ്മ നിർത്തിച്ചൊന്നുമില്ല. തിരിച്ചു പോണ്ടേ? കുറച്ച് ചരിഞ്ഞോ എന്നൊരു സംശയം. ചെറിയ ചെരിവ് അല്ലേ നമ്മുടെ സൈഡിലോട്ട്. ഞാൻ കുറച്ചങ്ങോട്ട് നീങ്ങിയായിരുന്നു. നമ്മളൊന്നും ഏക്കൂലടി, ഇവൻ തിരിഞ്ഞാലേ ഏക്കുള്ളൂ. ഞാനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ.
കുർത്തിയൊക്കെ ഉണ്ട് ഇവിടെ, കുറെ കുർത്തിയൊക്കെ ഉണ്ട്, കാശ്മീരി സ്റ്റൈൽ. സ്റ്റൈൽ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നീങ്ങു പോകിലും അരിലേക്കുമായിലും ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകയിടാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, ഒഴുകി ഒഴുകി മഞ്ഞു വീഴും വഴി നിറയെ നാളെ കാത്തു നിന്നു മിഴി നിറയെ നീ എന്ന് പോകിലും അകലേക്കുമായിലും ആശകൾ തൻ പൊൻതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ. ഇത് കടിക്കോന്ന് പേരിശവാദമുള്ള കൊറേ എണ്ണം വന്ന് കേറിയിട്ടുണ്ട്. ചിറകുള്ള മാനത്തുകളിലുള്ള മായാടി പക്ഷിക്കൂട്ടം വന്നുപോയി, കാണുന്നു വളരായി കൂട്ടുന്നു കൂട്ടാനായി ആകാശക്കുഴഞ്ഞുപോയി. കണ്ടു മലനിര, ഓയ് കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ താഴ്കളും തന്ദിരം താനേ താനാനേ തന്ദിരം താനാനേ. കണ്ടു വാഗപ്പൂവിന്നിതൾ, കണ്ടു മലയിലഞ്ഞി തുഴകളും, കാടേറുന്നുണ്ടേ വങ്ങളുണ്ടേ കിളികൾ പലതുണ്ടേ, കാടേറാൻ വാ കൂടേറാൻ വാ, കണ്ടതുമല്ല കേട്ടതല്ല കാണാക്കാനന ഭംഗികൾ തന്ദിരം താനേ മാണിക്കച്ചിറകുള്ള മരത്ത് കൂടി ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നു പറന്നതെന്ത് പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, മഞ്ഞു വീണതറിഞ്ഞില്ല, വന്നതയോ അറിഞ്ഞില്ല, കോമലേ നീ വരൂ. ഹായ് ഗായ്സ്, നമ്മളിപ്പോ എവിടെയാണ്? ടോട്ടോച്ചാൻ പറയൂ. ആ നീയാണ്. മാർക്കറ്റിലാണ് നമ്മൾ ചായ കുടിച്ചോണ്ടിരിക്കാണ്. എങ്ങനെയുണ്ട് ചായ? കാവയാണല്ലേ? അച്ഛാ ഹേ, അച്ഛാ ഹേ. നമ്മളുടെ ഇന്നത്തെ പ്രയാണം കാശ്മീർ ഒരു അവസാനത്തിലേക്ക് എത്തുകയാണ്. ഋഷികേശിലേക്കാണ്. എനിക്ക് പറ്റുന്ന പോലെ നമ്മള് വ്ലോഗ് എടുക്കുന്നതായിരിക്കും. അപ്പൊ സൈനിങ് ഓഫ്.